നമ്മൾ റോളക്സ് ചെയ്തതുപോലെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ലാസ്റ്റ് നമ്മൾ എമ്പുരാനി പ്രതീക്ഷ സാധനം എമ്പുരാൻ കിട്ടുന്ന ലുക്ക് സാധനം ഉണ്ട്. അത് ലാസ്റ്റ് ശരിക്കും തിയേറ്റർ കുലിങ് അത്ര നേരം പടം ഫസ്റ്റ് ഹാഫിലെ മമ്മറെങ്കിലും ഈ പേര് വെച്ചാണ് ഹൈപ്പ്. ലാസ്റ്റ് നമ്മൾ കത്തിച്ചു വിട്ട് ഒരു ആക്ഷൻ മാത്രം മിഡ് ആയി പോയത്. ബാക്കിയെല്ലാം അടിപൊളി. രാജുവിന്റെ ഓറയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ്. രാജുവേട്ടൻ ക്ലൈമാക്സ് എത്തും വരെ ഒരു എബോ പറഞ്ഞ എക്സ്പീരിയൻസ് മാത്രമേ. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് കത്തിച്ചു ഇവിടെ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ലാലേട്ടന്റെ ടൊവിനോയുടെ എൻട്രി അമ്മാരി പീക്ക് സാധനമായിരുന്നു. വീട്ടിൽ കത്തിച്ച് അതുവരെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു പടം ക്ലൈമാക്സ് എത്തും വരെ. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് വേറെ ലെവലായിട്ടാണ് എൻട്രി ഇരിക്കുന്നത്. അടിപൊളി. സെക്കൻഡ് പാർട്ടിനുള്ള സ്കോപ്പ് ഉണ്ട്. അതുവരെ സ്റ്റോറിയുടെ ആവറേജ് എക്സ്പീരിയൻസ് അത്ര എനിക്ക് ഫീൽ ചെയ്തു. അടിപൊളി പടം. പ്രതീക്ഷിച്ചു വന്ന പോലെ തന്നെ നന്നായിട്ടുണ്ട്. പക്ഷേ വില്ലനിസം കൊള്ളാം. പക്ഷേ ആ കത്തി ലെവലിൽ നിർത്തിയിട്ടില്ല ഈ മുകേഷിൻ്റെത്. പിന്നെ പടം വേറെ ആൾക്കാർ തൂക്കിയെന്ന് തന്നെ പറയാം. കൊള്ളാം, അടിപൊളി പടം. തൂക്കിയെന്ന് പറഞ്ഞാൽ ലിറ്ററലി തൂക്കി. പൃഥ്വിരാജ് ഭയങ്കര ഓറ ഫോമിംഗ് ആയിരുന്നു. പിന്നെ ക്യാമിയോ അടിപൊളിയായിരുന്നു. എല്ലാം മാസമായിരുന്നു പടം. പക്ക ജെയ്ക്സ് കത്തിച്ചോ? ജെയ്ക്സ് ബിജോ ഒരു ക്ലാസ് സംഭവം പിടിച്ചു. മാസിനെ കാട്ടി ക്ലാസ് സംഭവം പിടിച്ചു. പക്ക ഒരു ആക്ഷൻ മൂവിയാണോ അതോ ഡ്രാമയാണോ? ആക്ഷൻ ഡ്രാമ പടം. മോഹൻലാലിൻ്റെത് എൻട്രി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതല്ലാതെ ഒരു എൻട്രി ഉണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മളെ ആനിമലിൽ നമ്മളെ റൺബീറിന്റെ ഒരു സെക്കൻഡ് ഇതുണ്ടല്ലോ, അതുപോലത്തെ ഒരു എൻട്രി ഉണ്ട്. അത് വിഷയം. അതും കൂടെ ആകുമ്പോഴത്തേക്ക് വിഷയം ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഒരു ലോ ആയ പോയാലൊന്നേക്കും. പക്ഷെ ആ രണ്ടുപേരും കൂടെ എൻട്രി ചെയ്ത് കഴിയുമ്പോഴല്ലോ അത് വിഷയം ഓണം തൂക്കി. ഇതിന്റെ തുടക്കം തൊട്ട് ഇന്റർവെൽ ആവുന്ന വരെ പൊളിയായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഇന്റർവെല്ലിന് ശേഷം കുളവാക്കുമെന്നാണ്. പക്ഷെ മോനെ ഒരു വല്ലാത്ത പിക്കപ്പ് നടത്തി ഇന്റർവെല്ലിന് ശേഷം പോക്കി. എന്നിട്ട് അവസാനത്തെ 20-25 മിനിറ്റ് തിയേറ്ററിൽ നമുക്ക് സീറ്റിൽ ഇരിക്കാൻ തോന്നില്ല. അത്രയ്ക്കും രീതിയിലാണ് ക്ലൈമാക്സ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സൂപ്പർ. പക്ക ആക്ഷൻ ആണോ? ആക്ഷൻ മൊത്തം സർപ്രൈസ് ക്യാമിയോ ഒക്കെ എങ്ങനെയുണ്ട്? ക്യാമിയോ വിഷയം ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. അടിപൊളി. വെച്ചാൽ നമ്മള് ഒരു എന്താ വെച്ചാൽ ഓണം എന്ന് പറയും, ഓണം തൂക്കി. ആക്ച്വലി ഈ പടത്തിൽ ഇപ്പം എമ്പുരാന് നമ്മൾ എന്ത് പ്രതീക്ഷയാണോ പോയത് അത് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വലിയ ഇപ്പൊ ഒരു മീഡിയം ഹൈപ്പിലാണ് വന്നെങ്കിൽ വെച്ചാൽ അതിനേക്കാൾ ഔട്ട്സ്റ്റാൻഡിംഗ് പടമാണ്. ഔട്ട്സ്റ്റാൻഡിംഗ്. ആ സ്പോയിലേഴ്സ് വരുന്നതിന് മുന്നേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് കാണുക. ഇപ്പോൾ ഓരോ ഫ്രെയിം എടുത്ത് നോക്കുക. രാജുവേട്ടൻ ഇപ്പൊ രജനീകാന്തിനെ നടത്തുന്നതിന് ശേഷം രാജുവേട്ടനെ നടത്തം നമ്മൾ പുതിയ മുഖത്തിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു നടത്തം ഏതൊക്കെ സീനിലുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഗൂസ് ബമ്പാണ്. ഒന്നും നെഗറ്റീവ് പറയില്ല. ഇപ്പൊ മ്യൂസിക് ആണ് ജെയ്ക്സ് ബിജോ ഒരുപാട് ജൂക്ക് ബോക്സിന്റെ മ്യൂസിക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ട്രോളിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല അകത്ത് വെച്ചിരിക്കുന്നത്. പടം കൊള്ളാം. വലിയ എക്സ്പെരിമെന്റ് അല്ല. ലാലേട്ടന്റെ സീൻസ് ഒക്കെ അടിപൊളിയായിട്ട്, അതുകൊണ്ട് പടം ഹിറ്റ് അടിക്കും. ലാലേട്ടന്റെ സീൻസ് എൻട്രി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ റോളക്സ് ചെയ്തതുപോലെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇത് കാരണം കൊണ്ട് പടം ഹിറ്റ് അടിക്കും. അപ്പോൾ ഒരു